കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവനറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളിച്ച് വളരുന്നു. ആദ്യമില, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ നിന്ന് ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിപ്പിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നതുകൊണ്ട് അവർ അരിവാൾ വയ്ക്കുന്നു. അവർ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശുദ്ധീകരിക്കും? അതൊരു കടുകുമണിക്ക് സദൃശ്യമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളേക്കാൾ ചെറുതാണ്. എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളേക്കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറുവാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാ രഹസ്യത്തിൽ വിശുദ്ധീകരിച്ചു കൊടുത്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യ ഭാഗം മുതൽ കാണുന്നത് ദൈവരാജ്യത്തെപ്പറ്റി വളരെ ഭംഗിയായിട്ട് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെയാണ്. ഒരു പക്ഷേ ഓരോ ഭാഗം പരിശോധിക്കുമ്പോഴും ഒരു യഥാർത്ഥ ഗുരു എന്ന രീതിയിൽ എല്ലാത്തിനെ പറ്റി ഒരു ജ്ഞാനമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ് തമ്പുരാൻ സംസാരിക്കുക. ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും വിത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ മനസ്സോടുകൂടി അവരോരോരുത്തരോടും സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക. ഓരോ നിമിഷവും തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഒരു 3 ഭാഗങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ദൈവരാജ്യത്തിന് വളർച്ച സംഭവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യം, വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ദൈവം, അതിലുപരി നമ്മളുടെ ചിന്തയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഇങ്ങനെ 3 സാഹചര്യങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതം പരിശോധിച്ചാലും ദൈവരാജ്യം പലപ്പോഴും അതിൻ്റെ രീതിയിൽ അതിൻ്റെ വളർച്ച സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോഴും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഓരോ പ്രാവശ്യവും ഒരു പക്ഷേ ഒരു പ്രത്യക്ഷത്തിൽ ഈ വളർച്ച പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാതെ വരികയും പരാതിയോടും പരിഭവത്തോടും കൂടി എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ താരതമ്യേന നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിനപ്പുറത്തോട്ട് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിപരീതങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ ചിന്തയ്ക്കും പ്രവർത്തിക്കും അതിൻ്റെ ഭാവനയ്ക്കുമൊക്കെ ഉപരിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അത് പലപ്പോഴും നമ്മുടെ ജീവിത നിമിഷങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. പൗലോസ്ലീഹ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതിയ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ നിമിഷവും, ദൈവരാജ്യത്തെപ്പറ്റി പറയുന്ന ഓരോ നിമിഷവും ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവം വളർത്തി. ഇത് പക്ഷേ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം വളർത്തുന്നു എന്നുള്ള കാര്യം പലപ്പോഴും നന്ദിയോടുകൂടി നമ്മൾ നോക്കാതെ പോകുമ്പോഴും നിശബ്ദനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഓരോരുത്തർ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും ഇത്രയേറെ ഭംഗിയോടുകൂടി ദൈവരാജ്യത്തെ പറ്റി അവരോരോരുത്തരോടും പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണ്. ഒത്തിരിയേറെ ഉപമകളിലൂടെ അവരോരോരുത്തരോടും പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അവർക്ക് പലപ്പോഴും മനസ്സിലാകാതെ വരുമ്പോഴും ശിഷ്യന്മാരോട് അതിൻ്റെ വ്യക്തതയോടുകൂടി അതിൻ്റെ രഹസ്യഭാവം ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത് നമ്മളും ആ ഒരു സ്നേഹിക്കുന്ന ഗണത്തിൽ പെടുമ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല അർത്ഥവശങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു സ്വർഗരാജ്യം നമ്മുടെ ജീവിതത്തിലും നമ്മളും വളർത്താൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരണം. ഓരോ നിമിഷവും തിരിച്ചറിയേണ്ടത് ഈ ജീവിതത്തിൽ എത്രത്തോളം ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു, എത്രത്തോളം അവൻ്റെ കൈവെള്ളയിൽ നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചു. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ഞാൻ ശിശുവല്ലേ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ചെറുതല്ലേ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പലപ്പോഴും വിപരീതമായിട്ട് ചിന്തിക്കുമ്പോഴും തിരിച്ചറിയേണ്ടത് ഒരു കടുകുമണിയോളം നീ ചെറുതാണെങ്കിലും അത് പലപ്പോഴും ഭൂമിയിൽ വലുതായി വരുമ്പോൾ അതിൽ
പക്ഷികൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും ചേക്കേറാൻ ഒരിടം അത് നൽകുന്നുണ്ട്. ഇപ്പോഴും തിരിച്ചറിയേണ്ടത്, നമ്മൾ എത്രത്തോളം ചെറുതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാഴ്ചവെക്കുന്ന ചെറുതാണെങ്കിലും അത് സ്വർഗരാജ്യത്തിൽ വലിയ നിക്ഷേപം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. ഓരോ നിമിഷവും തിരിച്ചറിയേണ്ടതാണ്. ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്ക് എതിരെ നിൽക്കുമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞെങ്കിലും എപ്പോഴും തിരിച്ചറിയേണ്ടത് ആ ഒരു സമീപനത്തോടെ, ആ ഒരു ആശ്രയത്തോടുകൂടി ഓരോ നിമിഷവും ആയിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.